നമസ്കാരം. ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ ഞാൻ തന്നിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ്, വളരെ വിശേഷപ്പെട്ടതായ രണ്ട് ചിത്രങ്ങൾ. അതിൽ ആദ്യത്തേതായ ചിത്രം സാക്ഷാൽ പരമശിവനൊപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ നിൽക്കുന്ന ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം സർവവിഘ്നങ്ങളെയും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി ഐശ്വര്യങ്ങളും ഉയർച്ചയും പ്രദാനം ചെയ്യുന്ന ഗണപതി സ്വാമിക്കൊപ്പം നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ്. ഈ രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണ് എന്ന് ഭഗവാൻ തന്നെ നിങ്ങളോട് പറയും. ഏവരും ഒരു നിമിഷം ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പ്രസ്താവിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി ഒരു കാര്യം കൂടി ഏവരും ചെയ്യുക. ശ്രീകൃഷ്ണ ഭഗവാന്റെയോ അല്ലെങ്കിൽ സാക്ഷാൽ പരമശിവന്റെയോ ഗണപതി ഭഗവാന്റെയോ നാമങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ദേവതകളെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുക. ആദ്യത്തെ ചിത്രമായ സാക്ഷാൽ പരമശിവൻ ദേവന്മാരുടെ ദേവനായ പരമശിവനൊപ്പം നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ സമയം പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ ശുഭാപ്തി വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആത്മവിശ്വാസമാണ് എങ്കിലും അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്ന ഒരു കാര്യമായി തന്നെ പരാമർശിക്കാം. വളരെയധികം ശത്രുക്കൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ, ധാരാളമുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. അത് അറിഞ്ഞുകൊണ്ടാകാം അല്ലെങ്കിൽ അറിയാത്ത വ്യക്തികളുമാകാം. ഇത്തരത്തിൽ ചില തിരിച്ചടികൾ ഇവരുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ സംഭവിച്ച് വിഷമതകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തത ലഭിക്കാതിരിക്കുന്ന നിങ്ങൾക്ക് മാറ്റങ്ങൾക്കുള്ള വഴികൾ ഭഗവാൻ തന്നെ തുറന്നു നൽകും എന്ന് കാണുന്നു. പലപ്പോഴും തിരിച്ചടികൾ സംഭവിച്ചതിന് ശേഷമാണ് അതേക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്നതാണ് വാസ്തവം. അത് പിന്നീട് വിഷമമായി മാറാം. എന്നാൽ അത്തരത്തിൽ ഒരു മാറ്റം, അതായത് മുൻകൂട്ടി ചില കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പലർക്കും നിങ്ങളോട് ഒരു അസൂയയുണ്ട് എന്നത് വാസ്തവമാണ്. പല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അത് നിങ്ങൾക്ക് ബോധ്യമുള്ള ഒരു കാര്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. പല പ്രവർത്തനങ്ങളിലും അത് പ്രകടമാകുന്ന സാഹചര്യവുമുണ്ട്. ദൃഷ്ടിദോഷം, കണ്ണേർ ദോഷം എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ലഭിക്കേണ്ടതായ ഉയർച്ചയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതും വാസ്തവമാണ്. ഒരു മുന്നേറ്റം നിങ്ങൾക്ക് ആവശ്യമായ സാഹചര്യമാണ് ഉള്ളത്. പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തിരിച്ചടികൾ, വിഷമതകൾ അനുഭവിക്കുന്നു എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്നതാണ്. പരീക്ഷണങ്ങൾ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലുണ്ടാകാം. ആ പരീക്ഷണങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഭഗവാൻ നിങ്ങളെ കൈവിട്ടു എന്നല്ല. നിങ്ങൾക്ക് പരമശിവന്റെയും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയും അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ഏതൊരു പ്രശ്നത്തെയും തരണം ചെയ്യുവാൻ സാധിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നത് വാസ്തവമാണ്. സാമ്പത്തിക പ്രയാസങ്ങളും നിങ്ങൾക്കുണ്ട്. എന്നാൽ ഇതിൽ പലതും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ, അമർഷം എന്നിവ പുറമെ പ്രകടിപ്പിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. ചില സമയങ്ങളിലാണ് പ്രകടിപ്പിക്കുന്നത് എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങളെ മനസ്സിലാക്കുന്ന വ്യക്തികൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ പലരിൽ നിന്നും സഹായം ലഭിച്ചു എന്ന് വരാം. പല വ്യക്തികളുമായും ബന്ധപ്പെട്ടും നിങ്ങളെ മനസ്സിലാക്കുവാനുള്ള സാഹചര്യങ്ങൾ പലർക്കും വന്നു ചേരും. ഈ സമയം വേണ്ടപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോയവർ നിങ്ങൾ ആരായിരുന്നു, നിങ്ങളുടെ വില എന്താണ് എന്ന് അവർ മനസ്സിലാക്കുന്ന സാഹചര്യങ്ങൾ പോലും വന്നു ചേരും. ഈ സമയം ഒന്നുകൊണ്ടും നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നതാണ് വാസ്തവം. നിങ്ങളിലേക്ക് പല കാര്യങ്ങളും എത്തിച്ചേരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട.
പല വ്യക്തികളുടെയും സഹായം നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യത്തിലും സംശയം വേണ്ട. ആഗ്രഹിക്കുന്ന ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ചില കാര്യങ്ങൾ പ്രതികൂലമാകാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തട്ടിത്തെറിച്ചു പോയി എന്ന് വരാം. ചില വ്യക്തികളുടെ പ്രേരണയാലോ സ്വാധീനത്താലോ അത്തരം കാര്യങ്ങൾ കടന്നു പോയി എന്നും വരാം. എന്നാൽ പിന്നീട് ചിന്തിക്കുമ്പോൾ ആ കാര്യത്തേക്കാൾ കൂടുതൽ അനുകൂലമായ കാര്യങ്ങളാണല്ലോ സംഭവിച്ചത് എന്ന ചിന്ത നിങ്ങളിലേക്ക് വന്നു ചേരാം. അതിനാൽ തീർച്ചയായും ഈ സമയം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളെ ഭഗവാൻ കൈവിടില്ല എന്ന് നിശ്ചയമായും പറയുവാൻ സാധിക്കും. രണ്ടാമത്തെ ചിത്രമാണ്, അതായത് ഗണപതി ഭഗവാനോടൊപ്പമുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നെഗറ്റീവായ പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം ഇപ്പോൾ അനുഭവിച്ചു പോരുന്നു. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഒരു പോംവഴി മുന്നിൽ തെളിയും എന്നതാണ് വാസ്തവം. ഈ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കടക്കുവാൻ സാധിക്കും എന്ന സന്ദേശം തന്നെയാണ് ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. പലവിധ തടസ്സങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ. പ്രശ്നങ്ങളെ ഭംഗിയായി തരണം ചെയ്യുവാൻ സാധിക്കുന്ന അവസരങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ ഉറച്ച തീരുമാനം എടുക്കണം എന്ന ആഗ്രഹം മനസ്സിലുള്ളവരാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രയാസപ്പെടുന്നു എന്നും, എന്നാൽ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ചിന്തിച്ച് ഉറപ്പിച്ചതിന് ശേഷം എടുക്കുള്ളൂ എന്നും കാണുവാനായി സാധിക്കുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ ആര് തന്നെ നിങ്ങളെ വളരെയധികം ദോഷകരമായ പ്രവൃത്തികൾ ചെയ്താലും അത് ഒഴിവാക്കുവാനും അവർക്ക് തിരിച്ചടികൾ വന്ന് ചേരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ്. ഗൃഹദോഷങ്ങൾ പലതും നിങ്ങളിൽ നിന്നും അകന്നു പോവുകയും ആ തിരിച്ചടികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ്. വീടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ മനസ്സ് വിഷമിക്കുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗൃഹവുമായി ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങളാണ് എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഭഗവാൻ നിങ്ങളെ എത്തിക്കും എന്നും കാണുന്നു. പല കാര്യങ്ങളിലും മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നതായ ഒരു സാഹചര്യം പോലുമുണ്ട് എന്ന് കാണുന്നു. ഏതോ ഒരു പ്രശ്നത്തിൽ പുറത്ത് കടക്കുവാൻ സാധിക്കാത്ത വിധം അകപ്പെട്ടു പോയിരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നിന്നും എപ്രകാരം പുറത്ത് കടക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. നിങ്ങളെ ബുദ്ധിപൂർവമായ നീക്കത്തിലൂടെ ഭഗവാൻ മുന്നോട്ട് നയിക്കും എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കുവാനുള്ള അവസരം തന്നെ ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. നിങ്ങളിലേക്ക് പല കാര്യങ്ങളും പുതുതായി ആരംഭിക്കുവാനുള്ള അവസരങ്ങൾ ഭഗവാൻ നൽകി എന്ന് വരാം. ചില കാര്യങ്ങളിൽ മാറ്റം വേണം എന്ന ബോധ്യം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളിലേക്ക് ഈ സമയം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നൽകുന്നു എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പോസിറ്റീവായ ചിന്തകൾ മനസ്സിലില്ല. നെഗറ്റീവായ ചിന്തകൾ വളരെയധികം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. ചില വ്യക്തികൾ നിങ്ങളോടൊപ്പം മത്സരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു, അതായത് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു എന്ന സാഹചര്യമുണ്ട്. അത്തരം ചില വ്യക്തികളുടെ എനർജിയും കാണുവാനായി സാധിക്കുന്നു. അത് തൊഴിലുമായി ബന്ധപ്പെട്ട് പോലുമാകാം. എന്നാൽ നിങ്ങൾക്കൊപ്പം അവർ മത്സരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് തന്നെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ഈ സമയം നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തരണം ചെയ്യാൻ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് മുൻപിൽ ഒരു വഴി തുറന്നു നൽകും എന്ന സൂചന തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് എന്ന് കാണുന്നു. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അല്പം സമയം കണ്ടെത്തുവാൻ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ് എന്നും കാണുന്നു. അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. നിങ്ങൾക്ക് വേണ്ടി ഈ സമയം കണ്ടെത്തുകയും പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വിലങ്ങുതടിയായി നിൽക്കുന്ന ചിലരെ
അവഗണിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരും എന്നതാണ് വാസ്തവം. ഒരു വ്യക്തി മൂലം വളരെയധികം സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നു എന്ന് കാണുന്നു. അത് കുടുംബത്തിൽ നിന്നോ വിശ്വസിച്ച വ്യക്തിയുമായി ബന്ധപ്പെട്ടോ ആകാം. ഇവരുടെ ഭാഗത്തു നിന്നുമുള്ള ഇത്തരം മോശം പ്രവൃത്തി നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്ന അവസ്ഥയിൽ നിന്നും ഒരു മോചനം, പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുന്നത്.